നമസ്കാരം. ഈ മാവോയിസ്റ്റ് നക്സൽ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീകൾക്കും പള്ളിയിലച്ചന്മാർക്കുമൊക്കെ മാവോയിസ്റ്റ് ബന്ധങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ ആശയങ്ങളുമായി ബന്ധമുണ്ടോ? അത്തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ മാത്രമല്ലേ അവർക്ക് അവിടെയൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കൂ എന്ന സ്വാഭാവികമായ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. നമ്മളത് തത്വമൈ ന്യൂസിൽ ആ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. കന്യാസ്ത്രീകൾക്ക് മാവോയിസ്റ്റുമായി ബന്ധമുണ്ടെന്ന സംശയം, അന്വേഷണം വേണം എന്നാണ് ഛത്തീസ്ഗഡ് BJP MP മഹേഷ് കശ്യപ് പറഞ്ഞത്. അദ്ദേഹം കുറച്ച് ദിവസം മുൻപ് പറഞ്ഞതാണ് ഈ ഒരു ബന്ധം ഉണ്ട്, അല്ലെങ്കിൽ അത് സംശയിക്കുന്നു എന്നും. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് മാവോയിസ്റ്റ് ബന്ധമുണ്ട്, അടിയന്തരമായി ഇത് അന്വേഷിക്കണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോടും ഛത്തീസ്ഗഡ് ആഭ്യന്തര മന്ത്രാലയത്തോടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോടും ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്, അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. നമ്മൾ അത്തരത്തിൽ ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞു പോവുകയല്ല. ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കാനായിട്ട് ഇപ്പം നമുക്കറിയാം, ഒരു പ്രത്യേക പ്രദേശം, ഒരു കോളനി ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ കുറച്ച് ഇതുപോലെ സാമൂഹ്യ വിരുദ്ധരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ട്. അപ്പം അവരുമായി അടുപ്പമുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് കടന്നു ചെല്ലാൻ സാധിക്കൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒരു ഉദാഹരണം പറയാം. തിരുവനന്തപുരത്ത് ഇതുപോലെ ഒരു കുപ്രസിദ്ധമായ കോളനി ഉണ്ട്, പേര് പറയുന്നില്ല. അവിടെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് എനിക്ക് അവിടെ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ പോകേണ്ടി വന്നു. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പം എനിക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല. അവിടെ അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു, തടഞ്ഞു നിർത്തുന്നു, എന്റെ വണ്ടി പരിശോധിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തിന്റെ അനുജൻ, അദ്ദേഹം അവിടെ ആ കോളനി നിവാസിയാണ്, കുടുംബമായിട്ട് താമസിക്കുകയാണ്. അദ്ദേഹം എന്നെ കണ്ടുകൊണ്ട് ഓടി വന്നു. അയാളെ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് അയാളുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ അവിടെ ചെന്നതും ബാക്കി കാര്യങ്ങൾ, എന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തതും. അതുപോലെ തന്നെ ഇത്തരം മാവോയിസ്റ്റ് മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീകൾക്കും പള്ളിയിലച്ചന്മാർക്കും മാവോയിസ്റ്റ് ബന്ധങ്ങളുണ്ടോ, നക്സൽ ബന്ധങ്ങളുണ്ടോ, ഇത്തരം തീവ്രവാദ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും മതപരിവർത്തനം മാത്രമല്ല ഇതിനകത്ത് കുറ്റാരോപണമായി വരുന്നത്, മനുഷ്യക്കടത്തടക്കം വരുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, ഇത്തരം ഗോത്ര മേഖലകളിലും വനവാസ മേഖലകളിലും നക്സൽ മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കണമെങ്കിൽ അവിടുത്തെ ആ പ്രദേശവാസികളായ ആളുകളുമായിട്ട്, അല്ലെങ്കിൽ അത്തരം ആശയപരമായ കാര്യങ്ങളിൽ ചേർന്ന് നിൽക്കുന്നവരുമായി ബന്ധപ്പെടണ്ടേ? അങ്ങനെ ബന്ധപ്പെടുന്നവർക്ക് മാത്രമല്ലേ അവിടെ സ്വതന്ത്രമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവിടെ നിന്ന് ഒരാളെ പുറത്തേക്ക് കൊണ്ടുവരാനോ ഇവർക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാനോ സാധിക്കുകയുള്ളൂ. മാത്രമല്ല അവിടെയൊക്കെ ഇവർക്ക് ആസ്ഥാന മന്ദിരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. ചിലപ്പോൾ ഇതുപോലെയുള്ള നണ്ണറികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റേ ഹോസ്റ്റലുകളോ കോൺവെന്റുകളോ ഉണ്ടാകാം. അപ്പം അതൊക്കെ അവിടെ പ്രവർത്തിക്കണമെങ്കിൽ, വലിയ തോതിലുള്ളതല്ല, ചെറിയ തോതിലുള്ളത് പ്രവർത്തിക്കണമെങ്കിൽ കൂടി ഈ മാവോയിസ്റ്റുകളുടെയും അല്ലെങ്കിൽ നക്സൽ ഗ്രൂപ്പുകളുടെയും ഒക്കെ അനുവാദം വേണ്ടി. ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും അതുപോലെ ബീഹാറിലും ഒഡീഷയിലും ഒക്കെ വനവാസ മേഖലകളിൽ ഇത്തരം നക്സൽ സാന്നിധ്യങ്ങളൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മാവോയിസ്റ്റ് സാന്നിധ്യവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ മഹേഷ് കശ്യപ് എന്ന ഛത്തീസ്ഗഡ് MP പറഞ്ഞത്, അദ്ദേഹം ഒരു ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ മേഖലകളൊക്കെ നന്നായിട്ട് അറിയാം. അപ്പം ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുമായി ബന്ധമുണ്ട് എന്നുള്ളതല്ലേ. ഇത് വ്യക്തമായി തന്നെ അന്വേഷിക്കണം. ഈ മേഖലയിൽ സൈനിക സാന്നിധ്യം പോലും ഉള്ള മേഖലകളിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഈ കന്യാസ്ത്രീകൾക്കും അതുപോലെയുള്ള അവിടെ പ്രവർത്തിക്കുന്ന, ഇതുപോലെയുള്ള ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീകൾക്കും മാവോയിസ്റ്റ് ബന്ധമുണ്ടോ, ഇത്തരത്തിലുള്ള ആശയപരമായ ബന്ധങ്ങളുണ്ടോ? ഇവർ ലഘുലേഖകൾ വിതരണം ചെയ്യുന്നു, അതുപോലെ ഇവരുടേതായ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു, ഒക്കെയാണ് ഈ മാവോയിസ്റ്റുകൾ ചെയ്യുന്നത്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇവരും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഇദ്ദേഹം ഈ MP പ്രകടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് വ്യക്തമായ കാര്യങ്ങളാണ്. ഛത്തീസ്ഗഡിൽ ഈ മതപരിവർത്തന നിയമം, ആന്റി കൺവേർഷൻ ആക്ട് കൂടുതൽ ശക്തമാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ അന്വേഷണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകും. ആ കൂട്ടത്തിൽ ഈ മാവോയിസ്റ്റ് ബന്ധം കൂടി ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വന്നേനെ എന്ന അഭിപ്രായമാണ് ഇപ്പോൾ MP രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ, ഈ മനുഷ്യക്കടത്ത് വിഷയത്തിലും മറ്റ് വിഷയങ്ങളിലും ഒക്കെ തന്നെ വ്യക്തമായ അന്വേഷണം മുമ്പോട്ട് നടക്കും. ഇപ്പോൾ ജാമ്യം കൊടുത്തിട്ടേ ഉള്ളൂ. ഇവർക്ക് കേസിൽ നിന്ന് ഇവർ മുക്തരായിട്ടില്ല, കേസ് കോഷ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും അന്വേഷണം നടക്കും. മാവോയിസ്റ്റ് ബന്ധമോ അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ അത് NIA അന്വേഷിക്കും എന്നുള്ള ഒരു സൂചന നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം ശക്തമായ അന്വേഷണമാണ് ഈ വിഷയത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര.
കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.